മലയാളികളുടെ ഏതൊരു ആഘോഷത്തിനും പൊലിമ കൂട്ടുന്നതിൽ പ്രധാന പങ്ക് സദ്യക്കുണ്ട്, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത്. അതിൽ കഴിക്കുന്ന ഓരോ വിഭവങ്ങളും അതിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആദ്യം നമ്മൾ സദ്യ കഴിക്കാൻ ഉപയോഗിക്കുന്ന വാഴയിലയിൽ തുടങ്ങുകയാണെങ്കിൽ ഈ ആയുർവേദത്തിൻ്റെ പല ചികിത്സാ രീതികളുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇല എന്ന് വേണമെങ്കിൽ വാഴയിലെ പറയാം, പ്രത്യേകിച്ച് തലപൊതിച്ചിൽ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക്. അതിനൊരു പ്രത്യേക ഔഷധ ഗുണമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചൂട് ചോറ് അതിലോട്ട് വീഴുമ്പോൾ കിട്ടുന്ന ഒരു മണം തുടങ്ങി നമ്മളെ വളരെ പ്ലീസിങ് ആക്കുന്ന ഒരു എഫക്റ്റ് അതിന് ഉണ്ട്. രണ്ടാമത് നമ്മൾ വിളമ്പുന്നതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് കാവറുത്തതും അതുപോലെ ശർക്കര വരട്ടിയും. ഇതിൽ നിന്ന് ലഭിക്കുന്ന പൊട്ടാസ്യം, ഫൈബറുകൾ, അതുപോലെ തന്നെ ശർക്കരയിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പിൻ്റെ അംശം, ധാതുക്കൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ദഹനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടതുമായിട്ടുള്ള ഘടകങ്ങളാണ്. അതിനുശേഷം വിളമ്പുന്ന അച്ചാറുകളായിക്കോട്ടെ, നാരങ്ങാക്കറി ആയിക്കോട്ടെ, ഇതിലുള്ള പുളി അമ്ലരസമൊക്കെ നമ്മുടെ ദഹനത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കറികൾ കഴിച്ച് നമുക്കുണ്ടാകുന്ന മത്ത് പിടിക്കുന്ന ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ വായിക്ക് ടേസ്റ്റ് കോട്ടിങ് ആ ഒരു രസത്തെ കൊണ്ടുണ്ടാവുകയാണെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നാരങ്ങക്കറി അല്ലെങ്കിൽ അച്ചാർ വർഗ്ഗത്തിൽപ്പെടുന്നവയൊക്കെ. ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊരു തൊട്ടുകൂട്ട് കറിയായിട്ട് വളരെ മിനിമലായിട്ട് വേണം കഴിക്കാനായിട്ട്. മൂന്നാമതായി വിളമ്പുന്ന ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചി എന്ന് പറയുന്ന കാര്യം. ഇത് നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് നമുക്ക് പ്രധാനമായിട്ടും ഒരു കൂടുതൽ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വയറിന് കമ്പനം തോന്നുന്നു അല്ലെങ്കിൽ വയറ് ഗ്യാസ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രവണത തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കഴിക്കാവുന്ന ഒരു കറിയാണ് ഇഞ്ചിക്കറി. ഇതും നമ്മുടെ ദഹനത്തെ ത്വരിതപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ടുള്ള കാളൻ. ഇതിലടങ്ങിയിരിക്കുന്ന തൈര്, അതുപോലെ പുളിപ്പ്, ഇതെല്ലാം തന്നെ ഒരു ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണെങ്കിൽ കൂടി നമ്മുടെ വയറിനെ കൂടുതൽ ദഹനത്തിന് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നൽകാതെ ദഹനത്തിന് എളുപ്പമാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. അതിനുശേഷം വിളമ്പുന്ന കൂട്ടുകറികളായിക്കോട്ടെ, കിഴങ്ങ് വർഗ്ഗങ്ങളും ഖനികളും ഉള്ളത് കൊണ്ട് തന്നെ അതിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റും കൂടുതലായിട്ട് കണക്കാക്കാൻ സാധിക്കാം. അതിനുശേഷം വിളമ്പുന്ന തോരനുള്ള മിക്കവാറും ഇലക്കറികളും അതുപോലെ തന്നെ ക്യാബേജ് തുടങ്ങിയവയൊക്കെ ആയിരിക്കും. തേങ്ങയും ഒക്കെ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. ഇവയും ഇത് തന്നെയാണ്. കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നവയും നമുക്ക് വേണ്ട എല്ലാ മിനറൽസുകളും നൽകാൻ ഉതകുന്ന തരത്തിലായിരിക്കും ഇവയുടെ പ്രിപ്പറേഷൻസ്. അതിനുശേഷം വിളമ്പുന്ന മെഴുക്ക് വരട്ടി. ഇതിൽ മിക്കവാറും കായ്കനികളും കിഴങ്ങ് വർഗ്ഗങ്ങളും തന്നെയാണ്. എണ്ണയോടൊപ്പം ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിന് ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റ് നൽകാനും ദഹനത്തെ ഒരു മിതമായിട്ട് കൊണ്ടുപോകാനും വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകം ഇതിലും അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം വിളമ്പുന്ന അവിയലാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും പല വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അവിയലിൻ്റെ ഒരു കൂട്ട്. അതുപോലെ തന്നെ തേങ്ങയും തൈരും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേരുന്നത് കൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ സമദോഷങ്ങൾ, അതായത് വാതം, പിത്തം, കഫവും ഒരുപോലെ സന്തുലിതമായി നിലനിർത്തുന്നതിന് അവിയലിന് വളരെ പങ്കുണ്ടെന്ന് തന്നെ പറയാം. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സദ്യയുടെ കേന്ദ്ര ബിന്ദുവായ ചോറ് അല്ലെങ്കിൽ കുത്തരിച്ചോറ്, തവിട് കളഞ്ഞ ഏറ്റവും ഫൈബർ റിച്ച് ആയിട്ട് മിനറൽസും വൈറ്റമിൻ ബിയും അടങ്ങിയിട്ടുള്ള ഈ കുത്തരിച്ചോറ് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം കൂടുതലായിട്ട് നിലനിർത്താനും കൂടുതൽ നേരം ഇതിൻ്റെ എനർജി നമ്മുടെ ശരീരത്തിൽ റീറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു ഘടകമാണ്. ചോറ് കഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന നെയ്യ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പരിപ്പായിക്കോട്ടെ, നെയ്യ് നമ്മുടെ ദഹനശക്തിയെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിപ്പിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനും ഇവ രണ്ടും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ആദ്യം തന്നെ ഉണ്ടാകുന്ന വായുവിൻ്റെ കമ്പനങ്ങളും വാതസംബന്ധമായുള്ള ബുദ്ധിമുട്ടുകളെയും ഒരു പരിധിവരെ ഒഴിവാകാനായിട്ട് സഹായിക്കുന്നവയാണ്. അതിനുശേഷം ഒഴിക്കുന്ന സാമ്പാറാണെങ്കിൽ ഒരു സമ്മിശ്രമായിട്ട് എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളും കായവും പോലെയുള്ളവ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ദഹിക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫൈബറും മിനറൽസ് എല്ലാം തന്നെ ഒരുപോലെ നമ്മുടെ ശരീരത്തിലോട്ട് ലഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന രസമായിക്കോട്ടെ, കാച്ചിയ മോരായിക്കോട്ടെ, ഇവയൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ കാളൻ്റെയും അതുപോലെ തന്നെ പുളിയിഞ്ചിയുടെയൊക്കെ പോലെ തന്നെ ദഹനത്തെ ത്വരിതപ്പെടുത്താനും അതിൻ്റെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാനും സഹായിക്കുന്നവയാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മൾ അല്ലെങ്കിൽ സദ്യയുടെ ഒരു അവസാന ഘട്ടത്തിലോട്ട് വരികയാണെങ്കിൽ പായസം നമ്മൾ ഇപ്പോഴെല്ലാവരും ഗ്ലാസ്സിലാണ് കുടിക്കാറ്. എന്നാൽ പണ്ടത്തെ കാലത്തെ ഒരു രീതി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വാഴയിലുള്ള ഒഴിച്ച് പപ്പടവും പഴവും കൂടെ ചേർത്തിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും കാണാറുള്ളത്.
അത് നമുക്ക് പായസത്തിൻ്റെ സാന്ദ്രത വീണ്ടെടുക്കാനും അതിന് കൃത്യമായ രീതിയിൽ കഴിക്കാനും സഹായിക്കുന്നുണ്ട്. എന്നിരുന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാല് ചേർത്തുണ്ടാക്കുന്ന പായസങ്ങളാണെങ്കിൽ അവയിൽ നമ്മൾ ഈ പഴം ചേർത്ത് കുഴച്ച് കഴിക്കുന്നത് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വിരുദ്ധാഹാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിൽ അത്തരത്തിൽ പായസങ്ങൾ, ഈ പാല് ചേർത്തുള്ള പായസങ്ങളിൽ പഴം ചേർത്ത് കഴിക്കുന്ന പതിവ് വളരെ കുറവാണ്. എന്നിരുന്നാലും അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഏറ്റവും അവസാനമായാണ് നമ്മൾ പച്ചമോര്, ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടുള്ള പച്ചമോര് കഴിക്കാറ്. അപ്പോൾ അതൊരു യാദർച്ഛികമായിട്ട് അവസാനം വരുന്ന ഒരു വിഭവമല്ല. കാരണം നമ്മുടെ വായിലുണ്ടാകുന്ന മധുരത്തിൻ്റെ കോട്ടിങ് അല്ലെങ്കിൽ മറ്റ് കറികളുടെ എരിവും പുളിവും എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു കോട്ടിങ്ങിൽ നിന്ന് നമുക്കൊരു വ്യത്യാസം കൊണ്ടുവരുന്നതിനും വായിക്ക് ഒരു പുതുജീവൻ നൽകുന്നതിനും ഇഞ്ചിയും കറിവേപ്പിലയുടെ ഒരു പ്രസൻസ് വളരെയധികം ഈ മോരിൻ്റെ കൂടെ ചേരുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന നാരുകളും അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ദഹനത്തിന് ശേഷം നല്ലൊരു ശോധനം ലഭിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വയറ് പകുതി പോലും നിറയാത്ത രീതിയിൽ ഒരു സദ്യ കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇത്രയും അധികം ഊർജ്ജവും കലോറിയും നമുക്ക് കിട്ടുന്ന ഈ ഊണ് കഴിച്ചതിന് ശേഷം മടിയന്മാരായി ചുമ്മാതിരിക്കാനായിട്ട് നമ്മൾ ആരും നോക്കരുത്. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇടപഴകാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം.